ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വാർത്താ സമ്മേളനം, അതിലേക്ക് തത്സമയം. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തേജക പാക്കേജ് പ്രഖ്യാപനങ്ങളുടെ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പ്രഹസനമായിട്ട് മാറുകയാണ്. അതിൻ്റെ യഥാർത്ഥ നിറം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്താണ്? സമ്പൂർണ്ണ നിശ്ചലാവസ്ഥ. ഇപ്പം കേരളത്തിൻ്റെ ഉൽപ്പാദനം 13% കുറയും എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ അങ്ങോട്ടാ പോണേ, കേരളം മാത്രമൊന്നുമല്ല. എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തരും നോക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഉൽപ്പാദന വളർച്ചയുടെ തോതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തകർച്ചയ്ക്ക് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, വാങ്ങൽ കഴിവ് പൂർണ്ണമായിട്ട് ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇല്ലാതായി. വാങ്ങാൻ പണമില്ല, വരുമാനമില്ല, ഒരു മാസമില്ലേ തൊഴിലുണ്ടായിട്ട്. ഇതാണ് ഒരു വശം. മറുവശം, ഈ ചരക്ക് കടത്തൊക്കെ നിന്നോടുകൂടി സപ്ലൈ ചെയിനുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് വശമുണ്ട്. ഈ 20 ലക്ഷം കോടി രൂപയുടെ പറയുന്ന പാക്കേജ് നാളത്തെ കെട്ടിട്ട് അതിനെക്കുറിച്ച് അവസാനം ഞാൻ വിധി പറയാം. 20 ലക്ഷത്തിൽ എത്രയുണ്ട് പാക്കേജ് എന്ന്. ഇത് ഈ സപ്ലൈ സൈഡ് മാത്രമേ നോക്കണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഇവിടുത്തെ ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യാൻ, ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാൻ എന്താണ് ഉള്ളത്? ദീർഘനാളിൽ നമ്മുടെ സമ്പദ്ഘടന നന്നാവുമെന്ന് പറയുമ്പോൾ ദീർഘനാളിൽ മനുഷ്യന്മാർ ബാക്കിയിരിക്കും, ജീവിച്ചിരിക്കും. അപ്പോൾ ഇന്നിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല. മറിച്ച് ഇന്നത്തെ പ്രഖ്യാപനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത് ജനങ്ങളുടെ ചെലവിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു നിയോ ലിബറൽ അജണ്ട നടപ്പാക്കാനുള്ള ഒരു തീവ്ര ശ്രമമാണ്. അപ്പോൾ സപ്ലൈ സൈഡിൽ എന്തൊക്കെയാണ്? ഒന്ന്, MSME സെക്ടർ, കൃഷിക്കാർ, നമ്മുടെ ചെറുകിട ഉൽപ്പാദകരാണ്. രണ്ട്, കോർപ്പറേറ്റുകൾ. ആ ചെറുകിട ഉൽപ്പാദകർക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? വായ്പ കൊടുക്കും എന്ന് പറഞ്ഞതല്ലാതെ നിലവിലുള്ള കടഭാരം അത് എഴുതിത്തള്ളണ്ട. അതിൻ്റെ മൊറട്ടോറിയം കാലത്തെ പലിശ പോലും കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇല്ലല്ലോ. അതേ സമയത്ത് ഇന്ന് ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കൂ. ഇതിൽ ആദ്യത്തേത് നമുക്ക് ബന്ധപ്പെടുന്ന ഒരു കാര്യം, ആരോഗ്യം. ഈ ഇന്നത്തെ പാൻഡമിക്, ഈ കോവിഡ് പകർച്ചവ്യാധി ഏതെങ്കിലും ഒന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ പ്രാധാന്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കുക ഇത് പൊതു ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്ന ഉത്തേജകമാവും. എല്ലാ ജില്ലയിലും ഒരു നല്ല ആശുപത്രി. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ 2 വർഷം മുമ്പ് ആയുഷ്മാൻ ഭാരത് പറഞ്ഞപ്പോൾ പ്രഖ്യാപിച്ച വെൽനസ് സെൻറ്റേഴ്സ് ഇല്ലേ, നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ തന്നെ, അതിൻ്റെ വേറെ പേരാ, അതാക്കി മാറ്റാം. അതിന് 1-2 ലക്ഷം കോടി മുടക്കിക്കഴിഞ്ഞാൽ ഈ പകർച്ചവ്യാധിയിൽ നിന്ന് ഇന്ത്യ പുറത്ത് വരുമ്പോൾ അത് ഇന്ത്യക്ക് ഉണ്ടാവും. ഈ പൊതു ആരോഗ്യ സംവിധാനം ഇന്ന് കേരളത്തിനുള്ളതുപോലെ ഒന്നും. എന്താ ഇന്നത്തെ പ്രഖ്യാപനം എന്നറിയോ? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. അതിൻ്റെ സംസ്കൃതത്തിൻ്റെ മലയാളം നമ്മുടെ ആശുപത്രി, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള സ്ഥലമാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് 8,100 കോടി രൂപ കൊടുക്കും. ആശുപത്രിയാണെങ്കിൽ 30% വരെ വയബിലിറ്റി ഗ്യാപ്പ് കൊടുക്കും ഫണ്ടിങ്. അപ്പോൾ പൊതു ആരോഗ്യ സംവിധാനത്തിന് പകരം ഈ കോവിഡിൻ്റെ മറവിൽ ഇന്ത്യയിൽ ഈ കോർപ്പറേറ്റ് ആശുപത്രികൾ ശൃംഖല ഉണ്ടാക്കാൻ വേണ്ടി
പിന്തുണ നൽകുക, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് നൽകുക, 30% വരെ നൽകാനുള്ള പരിപാടിയാണ്. ഇതാണ് ഒരു സാമ്പിള്. ഈ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവരെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നമ്മളെ ജനങ്ങളെ ബാധിക്കാൻ പോകുന്ന കാര്യം ഇലക്ട്രിസിറ്റി സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ്. ഈ കോവിഡിനിടയിൽ എന്തൊരു ധൃതിയാണെന്ന് നോക്കിയേ. കോവിഡിന് ഇടയിൽ ഏപ്രിൽ 17 പുതിയ മോഡൽ കേന്ദ്ര ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ടുവന്നു. അത് അഭിപ്രായം അറിഞ്ഞിരിക്കുക സംസ്ഥാനങ്ങളുടെ. എന്തിനെക്കുറിച്ച്? സംസ്ഥാനങ്ങളുടെ മുഴുവൻ അധികാരങ്ങളും ഇലക്ട്രിസിറ്റി മേഖലയിലുള്ളത് ഈ നിയമപ്രകാരം കേന്ദ്രത്തിനാണ്. അതിനെക്കുറിച്ച് അഭിപ്രായം ജൂൺ 5 അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ചുവട് പിടിച്ച് ചില പ്രഖ്യാപനങ്ങൾ അഡ്വാൻസായിട്ട്, എന്താ, ഡിസ്ട്രിബ്യൂഷൻ പ്രൈവറ്റൈസ് ചെയ്യണം. ഇപ്പോൾ യൂണിയൻ ടെറിട്ടറികളേ ഉള്ളൂ. പക്ഷെ പറയുന്നുണ്ട് ധനമന്ത്രി, ഇതിനെ തുടർന്ന് അങ്ങോട്ട് താഴെയും ഈ ക്രോസ് സബ്സിഡി പാടില്ല. ഈ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു മുന്നോടി പ്രഖ്യാപനമാണ് വൈദ്യുതി മേഖല സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ആത്മാഭിമാന സ്വാശ്രയ പരിപാടിയാണല്ലോ നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഡിഫൻസിലെ ഇതുവരെ 49% സ്വകാര്യ പണം പാടുള്ളൂ. അത് 74% കൊടുത്തു. സ്വകാര്യമല്ല, വിദേശത്തിന്. ഇപ്പോൾ ഇതുവരെ 49% വിദേശികൾക്ക് ഓഹരി ഡിഫൻസ് പ്രൊഡക്ഷനിൽ പാടുള്ളൂ. ഇനിമേൽ 74 ആവാം, റാഫേലിനും വരാം. ആരൊക്കെയാണ് കച്ച കെട്ടി വെച്ചിരിക്കുന്നത് നമുക്കറിഞ്ഞുകൂടെ. ഇത് നമ്മുടെ എയർപോർട്ടിലേക്കും വരികയാണ്. 6 എയർപോർട്ട് ലേലം വിളിച്ചിരുന്നു പ്രൈവറ്റൈസ് ചെയ്യാൻ. അതിൽ 3 കൊടുത്തിട്ടുള്ള അവാർഡ് ചെയ്തിട്ടുള്ളൂ. 6 കൂടി ഉടനെ. അത് കഴിഞ്ഞാൽ വേറൊരു 6. അങ്ങനെ 18 എയർപോർട്ടുകളായിട്ട് പ്രൈവറ്റൈസേഷൻ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ എയർപോർട്ടിലെ ഈ റിപ്പയർ മെയിൻ്റനൻസ് ഓവർഹോൾ, മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോൾ MRO, അത് മിക്കവാറും എയർ ഇന്ത്യയൊക്കെയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അതിനു വേണ്ടി സ്വകാര്യ കമ്പനികളോ സ്വകാര്യ കമ്പനികളൊക്കെ കൊടുക്കണമെന്ന് മാത്രമല്ല, അതിനിപ്പോൾ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സ്വകാര്യ കമ്പനികളുടെ വയബിളാകാൻ വേണ്ടിയിട്ട്, എക്കണോമിക് ആവാൻ വേണ്ടിയിട്ട് ഡിഫൻസിൻ്റെ നമ്മുടെ വ്യോമസേനയുടെ MROയും ജോയിൻ്റായിട്ട് ഇവരെ കൊണ്ട് ചെയ്യാമെന്ന് സ്വപ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ MROൻ്റെ വലിയ ഹബ്ബായിട്ട് മാറുമെന്ന്. ഇന്ത്യ എവിടെയെങ്കിലും ഏവിയേഷൻ ഹബ്ബ് പോലും ഉണ്ടോ? അപ്പോഴാണ് ഇനിയിപ്പോൾ MROൻ്റെ ഹബ്ബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫൻസിൻ്റെ മെയിൻ്റനൻസ് കൂടി ഇത് ജോയിൻ്റായിട്ട് നൽകാൻ വേണ്ടി പരിപാടിയിടുന്നു. ആറ്റമിക് എനർജിയിലേക്ക് ആദ്യമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കടന്നു വരാൻ അനുവാദം കൊടുക്കുകയാണ്. എന്തിന്? നമ്മുടെ ISROയ്ക്കും. ISROൻ്റെ ഫെസിലിറ്റീസേ ഇനി സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമായിരിക്കും, റോക്കറ്റ് വിടാനും അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണത്തിനും എല്ലാം വേണ്ടിയിട്ട്. വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള പരിപാടികളാണ് കേട്ടോ. പറഞ്ഞത് ഇന്നിപ്പോൾ കോവിഡ് ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു, കാൽനട നടന്ന് ട്രക്കിടിച്ച് മരിക്കുന്നു. ഇതൊന്നും നല്ല പ്രശ്നങ്ങൾ. ഇതൊക്കെ ഇന്ന് നടക്കുന്ന ഇതിൽ നിന്നൊക്കെ അങ്ങ് ഇന്ത്യ കരകയറി അങ്ങ് ദൂരേക്കുള്ളത് ഏത് ബഹിരാകാശ ഗവേഷണത്തിൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക ധനമന്ത്രി. ഏത് ലോകത്താണ് അവർ ജീവിക്കുന്നത്? കോൾ ഇന്ത്യയുടെ കഥ തീർന്നു. കോൾ ഇന്ത്യ 50 ബ്ലോക്ക് ഉടനെ സ്വകാര്യ മേഖല ഏൽപ്പിക്കാൻ പോയ. ഇതുവരെയും എക്സ്പ്ലോർ ചെയ്ത് കൃത്യം എത്ര കൽക്കരി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടേ ടെൻഡർ ചെയ്യുമായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, അതില്ലാതെയും കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറച്ച് ഈ കോൾ മൈനുകൾ സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കാനാണ്. തീർന്നില്ല കേട്ടോ. മറ്റ് മിനറൽസും
ഇതുവരെയും ഓരോ മിനറലും വെവ്വേറെ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി വല്ല സ്വകാര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാൻ. ഇപ്പം അങ്ങനെയല്ല, ജോയിൻ്റ് ആയിട്ട് കൊടുക്കുക. കൽക്കരിയും ബോക്സൈറ്റും അതാനിക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. ഇതിൽ സ്വകാര്യം ആണെങ്കിലും നാട് വികസിക്കാൻ പോയല്ലേ, വികസിപ്പിക്കാൻ വേണ്ടി എന്താ 50,000 കോടി രൂപയാണ് ഈ മൈനുകൾ സ്വകാര്യ വ്യക്തികൾ എടുത്തു കഴിഞ്ഞാൽ റെയിൽവേയിലേക്കുള്ള റെയിൽവേ സൈഡിങ് ഉണ്ടാക്കാനും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനും കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ നിന്ന് മുടക്കുക. കടമൊന്നുമല്ല കേട്ടോ, ബഡ്ജറ്റിൽ നിന്ന് മുടക്കാൻ തീരുമാനിച്ചിരിക്കുക. കടമൊക്കെ നമ്മുടെ ചെറുകിട വ്യാപാരികൾക്കും കൃഷിക്കാർക്കും ഒക്കെ. ഇവിടെ കേന്ദ്ര സർക്കാർ തന്നെ ഈ 50,000 കോടിക്ക് ഇത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ. ഇതിന് കൂടാതെ 5 ലക്ഷം ഏക്കർ GIS മാപ്പ് ചെയ്ത് സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാലും ഭൂമി ഉണ്ടാവും നിക്ഷേപം നടത്താൻ. നമുക്കൊരു കാഴ്ചപ്പാടെല്ലാം വേണമെന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഇത് ഇന്ത്യയുടെ പൊതുസ്വത്ത് കോവിഡിൻ്റെ മറവിൽ സ്വകാര്യവൽക്കരിക്കുകയാണ്. സ്വകാര്യവൽക്കരണമല്ല, കോർപ്പറേറ്റൈസേഷനാണെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അത് വളരെ വിചിത്രമാണ് കേട്ടോ. സ്വകാര്യവൽക്കരണവും കോർപ്പറേറ്റൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണാവോ? നമ്മുടെ കൊച്ചു കച്ചവടക്കാരും MSME സെക്ടറുമാണെങ്കിൽ സ്വകാര്യമാവുള്ളൂ, മറ്റതൊക്കെ കോർപ്പറേറ്റുകളാണ്. പലരുടെ കയ്യിലാണ് ഷെയർ. ആരുടെ കയ്യിലാണ് ഷെയർ എന്ന് പോലും അറിഞ്ഞുകൂടാ എന്നുള്ളതായിരിക്കും അതിൻ്റെ കാഴ്ചപ്പാട്. ഇത് വലിയ തീവെട്ടിക്കൊള്ള ഇന്ത്യയിൽ കോവിഡിൻ്റെ മറവിൽ നടത്തുകയാണ്. ഈ നാളത്തെ ഒരു ദിവസവും കൂടിയുണ്ട്. ഇന്നും സംസ്ഥാനങ്ങളെക്കുറിച്ചൊരു വാക്കില്ല കേട്ടോ. നാളെയും കൂടി നമുക്ക് കേട്ടിട്ട് പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഏതായാലും കഴിഞ്ഞ 2-3 ദിവസത്തെ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് ഓഹരി കമ്പോളത്തിന് മൂലം നട്ടല്ലെന്ന് പറഞ്ഞില്ല. ഇന്ത്യ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണല്ലോ. കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ സെൻസെക്സ് 300 പോയിൻറ്റോളം ഇടിഞ്ഞു. പിന്നെ രണ്ടാമത്തെ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പൊന്തി, പിന്നെ 25-ലാണ് നിന്നത്. ഏതായാലും തിരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം തിങ്കളാഴ്ച എങ്ങനെയാണ് സെൻസെക്സ് പെരുമാറാൻ പോണതെന്ന്. എങ്ങനെയെങ്കിലും ഉയർത്തണമല്ലോ. ഇത്രയും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ജനവിരുദ്ധമാണെന്ന് ഈ 20 ലക്ഷം കോടി രൂപയുടേത്. നമ്മുടെ കേരളത്തേക്ക് പരിപൂർണമായിട്ട് കൃഷി, കേരളത്തിലെ നാണ്യവിളകൾക്ക് എന്തെങ്കിലും ഉണ്ടോ? തമിഴ്നാട്ടിലെ കപ്പ വരെയുണ്ട്. കപ്പ കേരളത്തിലാണ് കൂടുതൽ, പക്ഷേ സ്റ്റാർച്ച് ഫാക്ടറി അവിടെയാണ്. ആ സ്റ്റാർച്ച് ഫാക്ടറിക്കാണ് കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിലെ റബ്ബറിനെ ഉൾപ്പെടുത്തിക്കൂടെ? ഈ പാക്കേജിലെ കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് എത്ര വർഷമായി സംസ്ഥാന സർക്കാർ 150 രൂപയുടെ വിടവ് നികത്തിക്കൊണ്ടിരിക്കുന്നു? കാരണക്കാർ ഈ കേന്ദ്രം തന്നെയല്ലേ? അവരുടെ ആഗോള കരാറുകളല്ലേ ഈ സുവിശേഷം സൃഷ്ടിച്ചിട്ടുള്ളത്? എന്നാൽ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഒരു ചെറിയ താങ്ങ് നമ്മുടെ നാണ്യവിളകൾക്ക് നൽകാൻ ഇല്ലല്ലോ ഇത്രയും പാക്കേജ് പ്രഖ്യാപിച്ചതിൽ. ഈ നാട്ടിലെ BJPക്കാർ ഇതിനൊക്കെ മറുപടി പറയണം ജനങ്ങളോട്. ഏതായാലും നമുക്കൊരു ദിവസം കൊണ്ട് കാത്തിരിക്കാം. നാളെ നമുക്ക് വിധി പറയാൻ പറ്റും. നാളെ അവരുടെ പത്രസമ്മേളനം ഉണ്ടെങ്കിൽ, ഞായറാഴ്ച ഇതുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇങ്ങനെ പുതിയ എമർജിങ് എക്കോണമീസ്, ഇവരെല്ലാവരും സ്റ്റിമുലസ് പാക്കേജുകൾ ഉണ്ടാക്കുന്നു, അതിന് പുതിയ പണം കണ്ടെത്തുന്നു. എന്നാൽ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്ന അങ്ങനെയല്ല. പുതിയതായിട്ടൊരു പണം ഇറക്കില്ല, ജനങ്ങളെ ഞെരുക്കുക. അവർ പട്ടിണി കിടക്കട്ടെ, മരിക്കട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, ആത്മാഭിമാനത്തിൻ്റെ കൈക്കൊട്ടും കൊണ്ട് അവർ മാസ്പര വിദ്യയിൽ പിടിച്ചു നിർത്തിയിട്ട് കോർപ്പറേറ്റുകളുടെ സഹായത്തോടുകൂടി കുതിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്.
രാജ്യത്തെ വിനാശത്തിലേക്ക് നയിക്കുന്ന നയമാണ്. യെസ്. Yeah. The present crisis involves total collapse of the demand and breaking of supply chains. The so-called 20 lakh package being detailed in these days does not provide for anything to say boost the demand. On the other hand, is focused upon supply side issues. Now on the supply side, there are corporates on the one hand, MSMEs and the farmers. The farmers and MSMEs get only loans, while coal blocks, the electricity production, aviation, what not, everything is written off to the corporates in the guise of fighting COVID. You see. This is the hidden agenda of the 20 lakh crores. His approach is to squeeze the people and release the resources for the corporates in the expectation they will give a fillip to the economy. India will pay dearly for this approach. In fact, the crisis is going to worsen, deepen, and at the end of the day, when everything is over, I think we will have missed an opportunity. Yes. If you want, I think you could carry this into the national media. Everybody expected that India government would draw proper lessons from the COVID crisis, need for a vibrant public health system. This 20 lakh package has nothing for public health system. On the other hand, they have provided now 8,100 crores for providing viability gap funding for private sector in the health. This kind of this approach of promoting commercial health system will be detrimental to the health status of the people. In fact, this should be a mass protest against this. A 20 lakh crore program where public health system, which immediately has to be boosted up to meet the challenge of the COVID, is being dismantled virtually. It's starved of funds, and now you are funding the viability gap funding of the private corporate health sector. സർ, നമ്മൾ തുടക്കത്തിൽ തന്നെ പാക്കേജിനോടൊപ്പം പറഞ്ഞതാണ് ക്ഷേമ പെൻഷനുകളിൽ അംഗമല്ലാത്തവർക്ക് നിരവധി പേർക്ക്, കലാകാരന്മാർക്ക്, സാധാരണ ഉള്ളവർക്കൊക്കെ 1000 രൂപ വീതം കൊടുക്കുന്ന പദ്ധതി. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? റേഷൻ കടകൾ വഴി ലിസ്റ്റ് ഇടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? എത്രത്തോളം കൊടുത്തിട്ടുണ്ടോ? കലാകാരന്മാർ തുടങ്ങിയവർക്കൊക്കെ ഉള്ള ലിസ്റ്റിലെ പേര് വെച്ച് ഇതിനകം തന്നെ 1000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞു. കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയ ലിസ്റ്റിലെ മുഴുവൻ പേർക്കും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ക്ഷേമ പെൻഷനിലെ ഡോർമെൻ്റ് ആയിട്ടുള്ള അംഗങ്ങളെന്ന് പറയുന്നവർക്കും കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ഇനി ബാക്കിയുള്ളവർക്ക് ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വീട്ടിൽ 1000 രൂപ പോലും കിട്ടാത്തുള്ള വീടുണ്ടെങ്കിൽ അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ NICയുടെ സഹായത്തോട് ലിസ്റ്റ് തയ്യാറാക്കി. എന്നാൽ ആ ലിസ്റ്റിൽ ചില പാകപ്പിഴകൾ ചില ജില്ലകളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും പരിശോധിക്കാൻ NICയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ചയെ അതിൻ്റെ വിതരണം ആരംഭിക്കത്തുള്ളൂ. അടുത്ത ബുധനാഴ്ച മുതൽ ഇത്
റിവൈസ് ചെയ്ത ലിസ്റ്റ് ഒരിക്കൽ കൂടി പരിശോധിച്ചിട്ട് എത്തിക്കുന്നതാണ്. ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ആ ലിസ്റ്റ് നമുക്ക് മരവിപ്പിക്കേണ്ടി വന്നല്ല റദ്ദാക്കേണ്ടി വന്നത്? ഇത് ചെയ്യുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ എല്ലാവരുടെയും ആധാർ നമ്പറുകളുണ്ട്. ഇന്ന് ക്ഷേമ പെൻഷൻ നൽകുന്ന എല്ലാവരുടെയും ആധാർ നമ്പറുണ്ട്. അതൊത്തു നോക്കി ക്ഷേമ പെൻഷൻ കൊടുത്തവരെ മാറ്റും. ഇന്ന് ക്ഷേമനിധികളിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ ആധാർ നമ്പറുകളുണ്ട്. അതൊത്തു നോക്കി അവരെയും മാറ്റും. BPL കാർഡ് ഉള്ളവരിൽ ബാക്കിയുള്ളവരാണ് ഈ 14 ലക്ഷം. ഇങ്ങനെയാണ് ഈ 14 ലക്ഷം പേരെ കണ്ടുപിടിക്കുന്നത്. എന്നാൽ അപ്പോൾ അതിൽ സ്വപ്പം കോംപ്ലിക്കേറ്റഡാണ് ഈ സോഫ്റ്റ്വെയർ. രണ്ടും പല സോഴ്സ് ഓഫ് ഡാറ്റ എടുത്ത് ഒത്തു നോക്കുന്നവർ. ഇപ്പം ക്ഷേമനിധികളുടെ തന്നെ ഒരൊറ്റ ലിസ്റ്റല്ല, 10-20 ക്ഷേമനിധികളുടെ ഉണ്ട്. അപ്പോൾ ചില ജില്ലകളിൽ നിന്നാണ്, എല്ലാ ജില്ലയിൽ നിന്നല്ല, ചില ജില്ലകളിൽ നിന്ന് റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഇങ്ങനെ ഇവർക്ക് അനർഹരാണ്, ഇവരുടെ പേരാണ് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞു. ഉടനെ ആക്ഷേപങ്ങൾ കിട്ടിയപ്പോൾ തന്നെ രണ്ടാമത് ആ സോഫ്റ്റ്വെയർ ആകെ പരിശോധിക്കുന്നതിന് NICയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ, കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ഈ സംസ്ഥാനം പ്രഖ്യാപിച്ചിട്ടുള്ള 20,000 കോടിയുടെ പാക്കേജ് അത് കുടിശ്ശികകൾ തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പാക്കേജാണ്, എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാക്കേജ് അല്ലാണ്. ആ ഒരു പ്രസ്താവന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന മാന്യദേഹമല്ലേ? സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തെ പോലെ നോട്ടച്ചടിക്കാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിന് ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വായ്പ എടുക്കാൻ കഴിയുമോ? അപ്പോൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. നിലവിലുള്ള ബഡ്ജറ്റിൽ ചില കാര്യങ്ങൾ മാറ്റിവെച്ചത് മുന്നാലെ ചെലവഴിക്കുക, അഡീഷണലായിട്ട് വരാൻ പോണില്ല. സംസ്ഥാനത്തിനത് കഴിയില്ലെന്ന് ഇന്ത്യ രാജ്യത്തിനുള്ളിൽ. അപ്പോൾ എന്താ കേരള സർക്കാർ ചെയ്തത്? നമ്മുടെ മുന്നിലുള്ള ആവശ്യം ജനങ്ങളുടെ കയ്യിൽ കുടിശ്ശിയാവട്ടെ എന്ത് പേരാവട്ടെ പണം എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് 8,500 കോടി രൂപ റെഡി ക്യാഷ് പെൻഷൻ. ഏതായാലും ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി ഭരിച്ചതിൻ്റെ ഇരട്ടി പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ. 7 മാസം കുടിശ്ശിയാക്കി വെച്ചതുപോലെ ഇല്ലല്ലോ. മുഴുവൻ പെൻഷനും നൽകി. അതുകൂടാതെ ഈ 1000 രൂപ വെച്ചുള്ള നൽകി. ഇതിന് 8,500 കോടി രൂപ വരും. ഇതുപോലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ, ഇങ്ങനെ സാധാരണക്കാരുടെ കയ്യിലേക്ക് കിട്ടാനുള്ള കുടിശ്ശികൾ മാത്രമല്ല ബാക്കി ഉള്ള കാര്യങ്ങളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണൊരു 12,000 കോടി രൂപ, 14,000 കോടി രൂപ വരുന്നത്. ഇതിന് പുറമെയാണ് നമ്മുടെ കുടുംബശ്രീ വഴിയുള്ള വായ്പ, അത് 2,500 കോടി രൂപയുണ്ട്. അതിൻ്റെ വിതരണം ഏതാണ്ടൊക്കെ പൂർത്തിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ തൊഴിലുറപ്പ് മുഴുവനും അഡ്വാൻസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് 20,000 crores. എത്ര അനുഗ്രഹമായി ജനങ്ങളുടെ കയ്യിൽ ഇത്രയും പണം എത്തിയില്ലേ? ഇത് വെച്ചുകൊണ്ടിരിക്കാനല്ല, നമ്മുടെ കയ്യിൽ ഇത്ര പണമുള്ളൂ, ഭാവിയോ വരുമാനം ഉണ്ടാവില്ല, അപ്പോൾ വായ്പ കിട്ടിയില്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കാതെ ഇന്നിപ്പോൾ ഇത് കൊടുക്കാമെന്നാണ് അവർ പ്രധാനം. അതുകൊണ്ട് നമ്മൾ 6,000 കോടി രൂപ വായ്പ എടുത്തു. ഇപ്പോൾ വായ്പ എടുക്കാൻ പഠിക്കുന്ന 500 വെച്ച് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വലിയ പലിശ ഭാരം വരും. ബാങ്കുകളുടെ സ്വഭാവം ഇപ്പോൾ അതാണ്, അവർ വായ്പ കൊടുക്കാൻ പഠിക്കുകയാണ്. സോ എത്ര നല്ലത്, അത്രയും ജനങ്ങളുടെ കയ്യിൽ ചെന്നു. ഇനിയിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഇതെങ്കിലും നീണ്ടുപോയല്ലേ. ഈ പണിയൊക്കെ വന്ന് തുടങ്ങാൻ തന്നെ ഇനിയും സമയമെടുക്കും. അതുകൊണ്ടിപ്പോൾ ഞങ്ങൾ വീണ്ടും ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൊടുത്തതിലൊക്കെ ഡബിളിങ് ഒത്തിരി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 14 ലക്ഷം പേരിൽ എനിക്ക് ഉറപ്പാണ് ഒരു 5-6 ലക്ഷം പേർക്ക് നേരത്തെ തന്നെ 1000 കിട്ടിയിട്ടുള്ളവരുണ്ടാവും. കുറേയല്ല ചെയ്തിട്ടില്ല, കിട്ടിയിട്ടുള്ളവരുണ്ടാവും. കാരണം ക്ഷേമനിധിയിൽ ഡോർമെൻ്റായിട്ട് കിടക്കുന്ന ഒരു 10 ലക്ഷത്തോളം പേർക്ക് കൊടുത്തവർക്ക് ആധാർ പൂർണ്ണമായിട്ടില്ല, കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലുള്ളവരൊക്കെ ചിലപ്പോൾ ഡബിൾ ചെയ്തൊക്കെ വന്ന് കാണും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചിട്ടയായിട്ട് ലിസ്റ്റ് തയ്യാറാക്കിയാണ്. ഇപ്പോഴുള്ള ഈ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കൂടുതൽ ധനസഹായം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ജീവനക്കാരുടെ 500 കോടി രൂപയോളം ഈ മാസത്തെ അവരുടെ മാറ്റിവെച്ചതുണ്ട്.
അടുത്ത മാസം മറ്റൊരു 500 കോടി രൂപ വരും. ഈ 1000 കോടി രൂപ നമ്മൾ കുറച്ചുകൂടി സർക്കാരിൻ്റെ കൂടി ഇട്ടിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1000 രൂപ വെച്ച് കൊടുക്കും. പെൻഷൻ 1500 ഓണം കാത്തു നിൽക്കാൻ പറ്റിയ ഇപ്പം തന്നെ കൊടുക്കും. അപ്പോൾ അത് തീയതിയും ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ടുള്ള കണക്കുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ജനങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ വലിയ ദീർഘഭാവിയിൽ എങ്ങനെയാണ് വേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ ചിന്തയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ കിഫ്ബിയാണ് മുഖ്യ ആശ്രയം എന്ന് പറയുന്നത്. അത് മുഖ്യമന്ത്രി അതിൻ്റെ റിവ്യൂ എടുക്കാൻ പോയാണ്. ഈ ലോക്ക്ഡൗണിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുന്നതോടുകൂടി കിഫ്ബിയുടെ വർക്കുകളെല്ലാം വളരെ ഊർജിതമായിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഈ ദേശീയമായി തന്നെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക, അതിനായിട്ട് പണം എത്തിക്കുക എന്നുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ 4 ദിവസമായിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം വരാത്തതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ പണമില്ലായ്മയാണോ, അങ്ങനെ ഒരു ധാരണ അങ്ങേക്കുണ്ടോ, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ട്? കേന്ദ്ര സർക്കാരിൻ്റെ പണം ഇപ്പം ഇല്ല, സംസ്ഥാനത്തിൻ്റെ കയ്യിലും ഇല്ല. സംസ്ഥാനത്തേക്കാൾ കൂടുതൽ കഴിവ് കേന്ദ്രത്തിനുണ്ട്, പക്ഷെ പണം വേണ്ടത്ര ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ കേന്ദ്രത്തിനൊരു സൗകര്യമുണ്ട്. ലോകത്തുള്ള എല്ലാ സർക്കാരുകളും ചെയ്യുന്ന പോലെ റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുക്കുക. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രാജ്യത്ത് ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ പൊട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ സർക്കാരും അവിടെ നിന്ന് പണം എടുത്ത് ജനങ്ങൾക്ക് നൽകണം. പക്ഷേ ഇന്ത്യ സർക്കാർ കാണുന്നത് അത് ഒഴിവാക്കാം. ഈ ജനങ്ങളെന്ന് പറഞ്ഞാൽ വണ്ടി കൊടുത്തില്ലെങ്കിൽ അവരുടെ ധാരണ എന്നാൽ ബോംബെ നിന്ന് ബീഹാർ വരെ നടക്കുന്നു. അതല്ല ഇപ്പോൾ കാണുന്നത്. ഈ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള പ്രൊട്ടസ്റ്റും കാര്യമൊന്നും വരത്തില്ല. ജനങ്ങളതെല്ലാം കീഴ്പ്പെട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ പിഴിയുക. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ പണവും ഇങ്ങനെ എടുക്കുന്ന പണവും കോർപ്പറേറ്റുകൾക്കും ബാക്കിയുള്ളവർക്കും കൊടുക്കാം. അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. ആ റിസ്ക് എടുക്കണ്ട. ചെറിയ റിസ്ക് ഉണ്ടേ. ഏതെങ്കിലും റേറ്റിംഗ് ഏജൻസി നമ്മുടെ റേറ്റിംഗ് കുറക്കാൻ വന്നാലോ മറ്റോ ഒക്കെ ആയിട്ട് അപ്പോൾ ആ റിസ്ക് ഒന്നും വേണ്ട. അതാണ് സർക്കാരിൻ്റെ നയം. ശരി, താങ്ക് യു വെരി മച്ച്. സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നാം കണ്ടത്. കേരളത്തിൻ്റെ ഉൽപ്പാദനം മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ ഉൽപ്പാദനം കുറയുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വാങ്ങൽ ശേഷിയെ ഉയർത്തുന്ന ഒന്നും തന്നെ ഈ 4ാം ഘട്ട പാക്കേജ് വരെ ഇല്ല എന്നുള്ളതാണ്. 5ാം ഘട്ട പാക്കേജിന് പ്രതീക്ഷിച്ചിരിക്കാമെന്നത് മാത്രമാണ് ഉള്ളത്. പ്രഖ്യാപനത്തിൻ്റെ ഓരോ ദിവസവും പ്രഹസനം മാത്രമാണ് എന്നും തോമസ് ഐസക് സൂചിപ്പിക്കുന്നു. ജനങ്ങൾ റോഡിലൂടെ വലയുമ്പോൾ, ജനങ്ങൾ സ്തംഭനാവസ്ഥയിൽ തുടരുമ്പോൾ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനോ അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനോ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പകരം ബഹിരാകാശത്തടക്കം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന നയമാണ്, വിനാശകരമായ നയമാണ് കേന്ദ്രം ഈ കോവിഡിൻ്റെ മറവിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും തോമസ് ഐസക് പറഞ്ഞു. കേരളത്തെ പരിപൂർണമായി അവഗണിച്ചു. സംസ്ഥാനം എന്ന വാക്ക് ഇന്നത്തെ പാക്കേജ് വിശദീകരണത്തിലും ഉണ്ടായിട്ടില്ല. രാജ്യത്തെ വിനാശത്തിലേക്ക് നയിക്കുന്നതാണ് ഈ നയം എന്നൊരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇന്നത്തെ കേന്ദ്ര ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനമെന്നും തോമസ് ഐസക് വിമർശിച്ചു.